ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫണ്ണസ്റ്റ് ഫാമിലി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുതന്നെ അറിയുണ്ടാവും അച്ഛമ്മേനെ. അപ്പോൾ അച്ഛമ്മയുടെ 96ാമത്തെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ അച്ഛമ്മയ്ക്ക് എല്ലാവരും ആദ്യം തന്നെ ഒരു വിഷൊക്കെ പറയുക. നമ്മളെ വീഡിയോസും അച്ഛമ്മേനെയൊക്കെ ഇഷ്ടപ്പെടുന്നൊരു വിഷസ് എന്ന് പറയണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് വലിയ ഫംഗ്ഷൻ ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ പോലെ വെച്ചിട്ടുണ്ട്. ഫംഗ്ഷൻ എന്ന് പറയാനൊന്നും ആയിട്ടില്ല കേട്ടോ, ചെറുതായിട്ട് അമ്മായിമാരും എല്ലാവരും പടയിട്ട് അങ്ങനെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വഴിയേക്കണം ബാക്കിയുള്ള വിശേഷം. ബൈ. അച്ഛമ്മ നേരത്തെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ പ്രഹസനം കാട്ടി നടക്കുക. മറ്റുള്ളവരൊക്കെ എന്താണ് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മാത്രം എന്താ തേരാപ്പാരം നടക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ? ഒന്നുമില്ല കേട്ടോ. അച്ഛമ്മയ്ക്ക് പരിപ്പ് പായസം വേണം പറഞ്ഞിട്ട് അതിൻ്റെ പണിയിലെല്ലാവരും. എനിക്കും കാവിക്ക് എന്താണ് തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടുള്ള കാര്യത്തിൽ കുറച്ച് ഞങ്ങൾ പിന്നിക്കണേ. ഞങ്ങൾക്ക് വയ്യാന്ന് തന്നെ പറയാം, മടിച്ചോളായോണ്ടേ. ഒന്നുമില്ല കേട്ടോ. ഞങ്ങൾ മറ്റുള്ള പണിക്കൊക്കെ എന്താണ് കുറച്ചൊക്കെ സഹായം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പണി ഞങ്ങൾക്ക് നടക്കാത്ത പണിയായതുകൊണ്ട് ഞങ്ങൾ മാറി നിൽക്കുക എന്ന് തന്നെ പറയാം. ഞങ്ങൾ ക്വിറ്റ് ചെയ്തു എന്ന് തന്നെ പറയാം കേട്ടോ. പിന്നെ എന്താണ് അത് വേയിക്കുന്ന ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് മാറി എന്ന് പറയാം. അങ്ങനെ അവിടെ ആ പണികൾ നടക്കുന്നു. കുറച്ച് ആൾക്കാർ എന്താണ് പുറത്ത് വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട്. അച്ഛമ്മ അതൊക്കെ കണ്ടിട്ട് അന്തം വിട്ട് നോക്കിയിരിക്കുക കേട്ടോ. കേക്ക് കട്ട് കേക്ക് കട്ടിംഗ് ഒക്കെ എന്താണ് അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. അച്ഛമ്മയുടെ ഒപ്പം എന്താണ് കുഞ്ഞും പൊന്നും മുന്നിൽ തന്നെ ഉണ്ട് കേട്ടോ. കേക്ക് കട്ട് ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് അവർ അച്ഛമ്മയുടെ പിന്നിന്ന് മാറിയിട്ടില്ല. അങ്ങനെ എന്താണ് എല്ലാവരും കേക്ക് കട്ട് ചെയ്തിട്ട് അച്ഛമ്മയ്ക്ക് ഓരോ പീസ് കൊടുക്കുക കേട്ടോ. ഞാനും കാവ്യ ഇപ്പോൾ കിട്ടും, അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഒരു പീസ് കിട്ടും എന്നും പറഞ്ഞ് നിൽക്കുക കേട്ടോ. എവിടെ നിന്ന് എല്ലാവരും അതിനനുസരിച്ചിട്ട് വാങ്ങാനും കൊടുക്കാനും നിന്നുകൊണ്ടിരിക്കുക. ഞങ്ങളതാ പിന്നെ പോയി നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പൊന്നും കുഞ്ഞൊക്കെ എന്താ അവരെ പീസും വാങ്ങി അവർ പോയി. അങ്ങനെ ഓരോരുത്തർ വന്നിട്ട് എന്താണ് അച്ഛമ്മയ്ക്ക് കേക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. അച്ഛമ്മ മതി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എല്ലാവരും അവരുടെ സന്തോഷത്തിന് എന്താണ് ഓരോ പീസ് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അവസാനം അച്ഛമ്മ എന്താണ് കേക്ക് കൊടുക്കുന്ന ആൾക്കാർക്ക് ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കാൻ തുടങ്ങിട്ടോ. അത് കിട്ടാൻ വേണ്ടിയിട്ട് ആ അച്ഛമ്മയുടെ മക്കളൊക്കെ അമ്മായിമാരൊക്കെ വേഗം വരിക കേട്ടോ ഓരോ പീസിന് വേണ്ടിയിട്ടേ. അങ്ങനെ ഇതാ മാമ അമ്മായിയുടെ ഭർത്താവാട്ടോ, വലിയ അമ്മായിയുടെ ഭർത്താവ് മാമിയും കേക്ക് കൊടുത്തു. അങ്ങനെ അമ്മായി എന്താണ് അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ട് വിഭവങ്ങളൊക്കെ വിളമ്പാൻ വന്നിരിക്കുക കേട്ടോ. അതായത് ഇവിടെ ഒരു ഇതുണ്ട്, പിറന്നാളുള്ള ആൾക്ക് വിളമ്പണ മുന്നേ വിളക്കത്ത് വിളമ്പുകയെന്നോ വിളക്കിനോ ഇലയ്ക്കോ അങ്ങനെ എന്തോ ഉണ്ട്. നിങ്ങൾ അവിടെയൊക്കെ എങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഏതൊക്കെ ജില്ലയിലുണ്ട് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്താണ് വിളമ്പി കൊടുക്കുന്ന സാധനം മതി എന്ന് പറയാൻ പാടില്ല അത്രേ. എന്താ കാരണം എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാനിവിടെ വന്നിട്ട് അതൊക്കെ അറിയണത്. അത് കഴിഞ്ഞിട്ട് കേക്ക് കൊടുത്തതിന് പുറമെ എന്താണ് എല്ലാവരും അവരവരുടെ സന്തോഷത്തിന് എന്താണ് ഓരോ ഉരുള എന്താണ് അച്ഛമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ ഞാനും കൊടുക്കുന്നുണ്ട് ഒരു ഉരുള. നമ്മുടെ ഒരു സന്തോഷമല്ലേ, പ്രായമായ ആൾക്കാരല്ലേ. അങ്ങനെ അമ്മ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വന്ന് ഓരോ ഉരുള കൊടുക്കുകയാണ്. അച്ഛമ്മ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കേക്ക് കഴിച്ചിട്ട് തന്നെ മൂപ്പത്തിയർക്ക് എന്താണ് വയറും കൊണ്ട് വയ്യാന്ന് പറയുകയാണേ. എന്താ വെച്ചാൽ അച്ഛമ്മയ്ക്ക് കേക്കൊന്നും അത്ര ഇഷ്ടമുള്ള കാര്യമില്ല, വയസ്സായ ആൾക്കാരല്ലേ, അവർക്കൊക്കെ ഓരോ ഫുഡിനോട് ഓരോ ഇഷ്ടമല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൊടുക്കലും കഴിഞ്ഞ് അച്ഛമ്മ ഒറ്റയ്ക്ക് കഴിക്കുക. ബാക്കിയുള്ളവർക്ക് എന്താണ് ഞങ്ങൾ പുറത്ത് വിളമ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് ഞങ്ങളെക്കൊണ്ട് തട്ടിക്കൂട്ടാൻ പറ്റുന്ന കുറച്ച് വിഭവങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പപ്പടപാത്രം പിടിച്ച ഒരാൾ നടക്കുന്നുണ്ട് അവിടെ. അങ്ങനെ ഓരോ പണികൾ കേട്ടോ. നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ? ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കരുതേ.